സാമ്പത്തിക പ്രതിസന്ധി കാരണം സ്വകാര്യ കമ്പനികളുടെ പിരിച്ചുവിടൽ, ശമ്പളവും ആനുകൂല്യവും കുറയ്ക്കൽ, തൊഴിൽ നിയമനത്തിലെ കമ്മി എന്നിവ വിദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മയ്ക്ക് കാരണമായിട്ടുണ്ട്. സിറിയ, യമൻ എന്നീ അയൽരാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി തൊഴിലില്ലാതെ സൗദിയിൽ തങ്ങുന്നവരും വിദേശികളായ ഇതര തൊഴിൽ രഹിതരും രാജ്യത്തിന് സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ അത്തരക്കാരെ സാധ്യമായ ജോലികളിൽ നിയമിക്കുകയോ അഭയാർത്ഥികളല്ലാത്തവരെ സ്വദേശത്തേക്ക് തിരിച്ചയക്കുകയോ വേണമെന്നും ശൂറ കൗൺസിൽ അംഗം ഡോക്ടർ മുഹമ്മദ് അൽ കിനേസി പറഞ്ഞു. തൊഴിൽ രഹിതരായ താമസക്കാർക്ക് രാജ്യം നൽകുന്ന അടിസ്ഥാന സേവനങ്ങൾക്കും സൗകര്യങ്ങൾക്കും തിരിച്ച് രാഷ്ട്രത്തിനൊരു സേവനവും ലഭിക്കുന്നില്ല. ഇവർ രാഷ്ട്രത്തിന് വൻ ബാധ്യതയാണ് വരുത്തിവെക്കുന്നതെന്നും ശൂറ കൗൺസിൽ അംഗം അഭിപ്രായപ്പെട്ടു. തൊഴിൽ രഹിതരുടെ തോത് കഴിഞ്ഞ മാസങ്ങളിൽ കൂടി വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമീപഭാവിയിൽ ഇത് ക്രമാതീതമായി വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 2015 നിന്ന് 2016 അവസാന പാദത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തൊഴിൽ രഹിതരുടെ തോത് 38% വർദ്ധിച്ചത് ഇതിന്റെ സൂചനയാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്.